ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ അവർ വിളിക്കും എന്ന് കരുതി വിളിച്ചില്ല. എൻ്റെ കയ്യിൽ നിന്ന് അഡ്രസ്സും പോയി. പിന്നെ അതൊരു വലിയൊരു വിസ്മയം, അവരെ കണ്ടുമുട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ ലോകഗോളത്തിൽ ഒരു ശിരാതന്തുവിൽ ഇനിയും ഒരിക്കൽ നാം കണ്ടുമുട്ടും. ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ആ പാട്ടിൻ്റെ ഒരു പിന്നെയും ഞാൻ ഓർത്തു. എവിടെയോ വെച്ച് ജീവിതത്തിൽ ഇങ്ങനെ വിസ്മയകരമായ ലാവണ്യങ്ങൾ കണ്ടുമുട്ടുന്ന മനുഷ്യർ. ആ കേദാരഗൗരിയിൽ തുടക്കം മുതൽ ആ വിസ്മയത്തിൻ്റെ ഒരു യാത്ര ആയിരുന്നു. ഒറീസ സമ്മാനിച്ച ഏറ്റവും നല്ല സ്വപ്ന വിസ്മയങ്ങൾ എന്ന് വേണേൽ പറയാം. അപ്പോൾ ആ കേദാരഗൗരിയെക്കുറിച്ച് ഈ കൂവളത്തിൻ്റെ ചുവട്ടിൽ കണ്ട ആ വിദ്യാർത്ഥിനി കവിത എഴുതണമെന്ന് എന്നോട് പറഞ്ഞ് ഞാനത് പാലിച്ചു. ഞാനിവിടെ വന്നു കഴിഞ്ഞ് ഈ ഉർവരതയുടെ ദേവതയായ കേദാരഗൗരിയെക്കുറിച്ച് കവിത എഴുതി. കേരളകൗമുദിയുടെ ആ കൊല്ലത്തെ ഓണം വിശേഷാൽപതിയിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഞാനൊഴിച്ച് ഈ കവിത പുസ്തകത്തിൽ ചേർക്കുമ്പോൾ ടൈറ്റിലായിട്ട് കൊടുക്കാൻ പുസ്തകത്തിൻ്റെ പേര് ഈ കവിത നന്നായി ക്ലിക്ക് ചെയ്യുമല്ലോ എന്നൊരു തോന്നൽ. കേദാരഗൗരി 5 അക്ഷരം, കേദാരത്തിലെ ഗൗരി, കേദാർ എന്ന രാഗം, ഒരുപാട് അർത്ഥങ്ങൾ, നാനാർത്ഥങ്ങളുണ്ട്, ഒരു നിറവുണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ ആ കവിത ഞാൻ എഴുതി. ഒരു തിണ്ണമിടുക്കായി പറയുന്നതല്ല, ഉള്ളൂർ അവാർഡ് അടക്കം 3 പുരസ്കാരങ്ങൾ, SBT അവാർഡ്, ഉള്ളൂർ അവാർഡ്, പിന്നെയും വേറെ ഏതോ ഒരു അവാർഡ്, അങ്ങനെ 3 പുരസ്കാരങ്ങൾ ആ പുസ്തകത്തിന് കിട്ടി. കേദാരഗൗരി ONV സാറാണ് അതിന് അവതാരിക എഴുതിയത്. സാറ് പിന്നീട് കുറേ വർഷം കഴിഞ്ഞ് ഈ കേദാരഗൗരിയിലും ഒറീസയിൽ പോയപ്പോൾ അവിടെ പോയി വന്ന് സാർ ആ പോയ അനുഭവത്തെക്കുറിച്ച് എന്നോട് പറയും. ഞാനതിന് ശേഷം ഒറീസയിൽ ചില സ്നേഹിതന്മാർ പോയപ്പോൾ അവരോടൊക്കെ പറഞ്ഞയച്ചു, വീനസ് ഇൻ സ്ഥാപനമുണ്ട്, അവിടെ പോകണം, മലയാളികളുടെ ഒരു ടൂറിസ്റ്റ് ഹോമാണ്, ഫാമുണ്ട്, എന്നെ സൽക്കരിച്ചവരാണ്, എൻ്റെ അന്വേഷണം പറയണം. മുഖത്തല ശ്രീകുമാർ, ആകാശവാണിയിലെ ശ്രീകുമാർ മുഖത്തല കവി, ശ്രീകുമാർ മുഖത്തല അവിടെ മുഴുവൻ പരിധി നടന്നിട്ടും വീനസ് ഇൻ ഇല്ല, കാണാനും പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ സന്ദേശം മടങ്ങി വന്നതേ വിടി. അപ്പോൾ എവിടെയോ ആ വീനസ് ഇൻ എന്നെ സൽക്കരിച്ചയാൾ കാത്തിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഈ വർത്തമാനം മോഹനുമായിട്ട് വർത്തമാനം പറയുന്നത് ഇപ്പോൾ കേൾക്കുന്നുണ്ടാകും. സാറിനിപ്പം അവിചാരിതമായ യാത്രയിൽ കണ്ടുമുട്ടിയ കുറേ മുഖങ്ങൾ. നമ്മുടെ എപ്പോഴും മനസ്സിൽ നിൽക്കുന്നത് 7 ദിവസത്തെ നമുക്ക് വേണ്ടി ഒരു ആതിഥ്യം ഒരുക്കി കാത്തിരുന്ന ഒരാൾ, ഈ വീനസ് ഇൻ. ശരിക്കും അതെ, ആളിനെ മറക്കാൻ കഴിയുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ഒരിക്കലെങ്കിലും ഒരു പക്ഷേ തിരിച്ച് കണ്ടുമുട്ടുമോ എന്നോ നമുക്ക് ഒരിക്കലും പറയാനും കഴിയാത്ത, കണ്ടുമുട്ടുകയില്ല എന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം ഈ വിസ്മയങ്ങൾ കൊണ്ടുവന്ന് ഈ പ്രകൃതി നമുക്ക് സമ്മാനിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ വിസ്മയകരമായ ഒരു ദിവസം എൻ്റെ മുൻപിലേക്ക്, അല്ലെങ്കിൽ ഈ ആളുടെ മുൻപിലേക്ക് ഞാൻ എത്തിപ്പെടുകയില്ല എന്ന് പറയാൻ നിവൃത്തിയില്ല. ആരോ ഒരാൾ എന്ന് പറയുന്ന ആരോ ഒരാൾ സാർത്ഥകമാണ്. അതെ, എന്തായാലും സാറിൻ്റെ വിലയേറെ നിമിഷങ്ങൾ നമുക്ക് വേണ്ടി ഒരു എപ്പിസോഡിന് വേണ്ടി അമൃതയുടെ മുഴുവൻ പ്രേക്ഷകരോടും എനിക്കുള്ള ഒരു വിധേയത്വവും ഞാൻ ഇതിലൂടെ പ്രകടിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും. അതായത് സാറിൻ്റെ ഇനി തുറന്നുള്ള ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള എല്ലാ വർക്കുകളിലും എല്ലാവിധ ആശംസകളും. പുതിയ വർഷം നന്നാവട്ടെ. എനിക്കും നിങ്ങൾക്കും മുഴുവൻ മലയാളികൾക്കും അമൃതയുടെ കാഴ്ചക്കാർക്കും എല്ലാം ഈ വർഷം സമൃദ്ധമായ ഓണം, സ്നേഹപൂർണമായ ഓണം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും ഇന്ന് ഈ അധ്യായത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ്. ശരിക്കും ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലുടനീളം 7 ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടായ കുറേ വിസ്മയകരമായ അനുഭവങ്ങൾ, അതിലെടുത്ത് പറയത്തക്ക ഒരു മുഖം, അതാണ് അദ്ദേഹം നമുക്കിന്ന് ഈ എപ്പിസോഡിൽ സമ്മാനിച്ചത്. അടുത്ത ആഴ്ച നമ്മൾ മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമസ്തേ. ജീവിതയാത്രയിൽ അവിചാരിതമായി കണ്ടുമുട്ടിയ സ്നേഹത്തിൻ്റെ മുഖം കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു.